അങ്ങേയറ്റം വൾണറബിളായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന സ്ത്രീക്ക് മുന്നിൽ രക്ഷകനായി അവതരിക്കുക, നിരന്തരം ചൂഷണം ചെയ്ത് പ്രതീക്ഷ കൊടുത്ത് ജീവിതം ഇല്ലാതാക്കുക, പരാതി ഉയരുമ്പോൾ ഉഭയസമ്മത ബന്ധത്തിന് പ്രശ്നം എന്താണെന്ന് ചോദിക്കാനും പരാതിക്കാരിയെ അപമാനിക്കാനും സൈബർ പടയെ ഇറക്കുക. അങ്ങനെ ഇനി ആരും പരാതിയുമായി വരാത്ത വിധം പരാതിക്കാരിയുടെ ഫോട്ടോ വരെ നാട്ടിൽ പാട്ടാക്കുക. എന്നിട്ട് ഒരൽപ്പം പോലും മടിയില്ലാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുകയും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ലേബൽ പ്രിവിലേജായി കൊണ്ടു നടക്കുകയും ചെയ്യുക. കേരളത്തിൽ ഇപ്പോൾ ഒളിവിലിരുന്ന് കോടതിയിലേക്ക് തെളിവെത്തിക്കുന്ന MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ തപ്പി കേരള പോലീസ് തെക്കോട്ടും വടക്കോട്ടും ഓടുമ്പോൾ നിയമപോരാട്ടം നടത്തുന്ന അതിജീവിതയെ അധിക്ഷേപിച്ചതിന് മറ്റൊരു രാഹുൽ അകത്താണ്. PR പോസ്റ്റിട്ടും പിന്തുണ പ്രഖ്യാപിച്ച് നവലിബറലാകാൻ നടന്നവരും രാഹുൽ ഈശ്വറിന് പിറകെ അഴിക്കുള്ളിലേക്കെന്ന അവസ്ഥയിലുമാണ്. പാറയായത് PR പ്രകോപനങ്ങളാണോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. നമുക്കൊപ്പം പാനലിൽ ചേർന്നു ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഷുക്കൂർ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ റെജി, BJP നേതാവ് ഷാജി രാഘവൻ, ഒപ്പം മെൻസ് അസോസിയേഷൻ ഭാരവാഹി വട്ടിയൂർക്കാവ് അജിത് കുമാർ. ആദ്യം ശ്രീ അജിത് കുമാർ, മെൻസ് അസോസിയേഷന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വക്താവ് കൂടിയാണല്ലോ രാഹുൽ ഈശ്വർ. പൂജപ്പുര ജയിലിലേക്ക് മാറിയിരിക്കുന്നു. മെൻസ് കമ്മീഷന് വേണ്ടി നിരാഹാരം ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അകത്തേക്ക് പോകുന്നത്. അതായത് നിങ്ങൾ പറയുന്ന പല വാദങ്ങളും നിയമത്തിന്റെ മുന്നിൽ നിയമവിരുദ്ധമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ നിമിഷത്തിൽ താങ്കൾക്കെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നിയമം മാറണം എന്നുള്ളതാണ് കാര്യം. കാലത്തിനനുസരിച്ചുള്ള മാറ്റം നിയമത്തിൽ വരണം. അതില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ എന്താണ് ഇവിടെ തെറ്റ് കാണിച്ചതെന്ന് ഞാൻ എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. കാര്യം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വിട്ടിട്ടില്ല, പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വിട്ടിട്ടില്ല, മറ്റ് ഡീറ്റെയിൽസ് ഒന്നും വിട്ടിട്ടില്ല. പക്ഷേ ഈ പറയുന്ന യുവതി ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സ്ത്രീയെയാണ് നമ്മൾ അതിജീവിത എന്നൊക്കെ പറയുന്നത്. കാരണം ഒരു വിവാഹം അങ്ങനെ ഒറ്റ പറഞ്ഞാൽ എനിക്ക് മുഴുമിപ്പിക്കുന്നതിന് മുന്നേ ഇടപെടേണ്ടി വരും. ഒന്ന്, ഇപ്പം കറുത്തട്ടാണ് അതിന്റെ പേര് കാക്കയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല, കാക്ക എന്ന പേര് പറയില്ല എന്ന മട്ടിലാണ് രാഹുൽ ഈശ്വറിന്റെ കാര്യം. രാഹുൽ ഈശ്വർ ഇട്ട വീഡിയോകൾ വഴി ആ കുട്ടി ആരാണെന്ന് വ്യക്തമാകുകയും വായിക്കുന്നവർക്കെല്ലാം വ്യക്തമാകുകയും ആ ഫോട്ടോ ഏത് തരത്തിലാണ് പരന്ന് നടന്നത് എനിക്ക് ഇതേവരെ മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് എനിക്കറിയില്ല. കാര്യം ആ കുട്ടിയെ നേരിട്ട് അറിയാമെന്നുള്ളവർക്ക് അറിയാമായിരിക്കും. പക്ഷേ എനിക്കിതേവരെ മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഫോട്ടോ ഇട്ടിട്ടില്ല, അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടാണ്. ഒരുപക്ഷെ എനിക്കാണ് ഇവ കാര്യങ്ങൾ അറിയാവുന്നതെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പൊതുമധ്യത്തിൽ അത് കൊടുത്തേനെ. കാരണം കല്യാണം കഴിഞ്ഞ അതിജീവിതയുടെ ഐഡന്റിറ്റി താങ്കൾ പുറത്ത് വിട്ടേനെ എന്നാണോ പറയുന്നത്? എന്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ വിട്ടേനെ, ഇതിനു മുന്നേ വിട്ടേ. അല്ല, ഒറ്റ മിനിറ്റ്. അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്ത് വിടുന്നത് നിയമവിരുദ്ധമാണെന്ന് താങ്കൾക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ആ നിയമം വേണമെങ്കിൽ മാറ്റിക്കോട്ടെ, താങ്കളാണെങ്കിൽ ഐഡന്റിറ്റി പുറത്ത് വിട്ടേനെ എന്നാണോ? തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓരോ പുരുഷന്മാരെ ചതിക്കുവാനും വഞ്ചിക്കുവാനും ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും അതിന് കൂട്ടുനിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അത് തന്നെയാണ് കാരണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവായിട്ടൊരു വ്യക്തി, അയാൾ ആരെന്ന് പോലും അറിയില്ല, അയാൾ ഇത്രയും എന്തുമാത്രം സഹിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. കാര്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് വേറൊരു യുവാവിൽ നിന്ന് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. ഒരു വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി ഒരു MLAയുടെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കുന്ന ഒരു ഭർത്താവിൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വേദന യഥാർത്ഥത്തിൽ ഈ യുവതിയുടെ ഭർത്താവാണ്. അത് കഴിഞ്ഞതിന് ശേഷം ആ ഭർത്താവ് നിലനിൽക്കെ കാമുകനുമായിട്ട് വേറൊരാളുമായിട്ട് പ്രണയം നടിക്കുക, അതിൽ ഗർഭം ധരിക്കുക, അതിജീവിതയെ അപമാനിച്ചതിന് രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിനകത്താണ്. താങ്കൾ രാഹുൽ ഈശ്വറിനെ മറികടക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണോ നടത്തുന്നത്? താങ്കൾക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അറിയില്ല, ഈ പെൺകുട്ടിയുടെ സ്വഭാവം അറിയില്ല, ഇതൊന്നും അറിയാതെ അപ്പോൾ എനിക്ക് പോലും അതിൽ നിരാശയുണ്ട്. കാരണം പലപ്പോഴും മാധ്യമങ്ങൾക്കെതിരെ വരുന്ന വലിയ വിമർശനം നമ്മൾ അങ്ങനെ ഒരു സ്പേസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു കുറ്റബോധമാണ് തോന്നുന്നത് ഈ സമയത്ത്. ഇങ്ങനെയല്ല. മെൻസ് അസോസിയേഷൻ എന്നൊരു വാക്ക് പറയുമ്പോൾ അതിനെന്തെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം വൃത്തികേട് വിളിച്ചു പറയാനുള്ളതല്ല മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സമരം എന്നൊക്കെയാണ് ഞാൻ പറയാൻ. അതായിരിക്കും താങ്കൾ പറയാൻ ഉദ്ദേശിച്ചത്. ഒരു പശ്ചാത്തലവും ഇല്ല. രാഹുൽ ഈശ്വറിനേക്കാൾ അപ്പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ താങ്കൾ? രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തില്ലല്ലോ, അതല്ലേ. രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തുവെങ്കിൽ തെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയാം. പക്ഷെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ഒരാളിനെ ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ കുറ്റം പറയുന്നത്?
അതുപോലെ തന്നെ എത്രയോ പുരുഷന്മാർ ആത്മഹത്യ ചെയ്യുന്നത് ഞാൻ കാണുകയല്ലേ. അവരുടെ കരച്ചിൽ കേൾക്കുകയല്ലേ. അവരുടെ ഭാര്യമാരും അമ്മമാരും മക്കളും എന്നോട് കരഞ്ഞ് സംസാരിക്കുകയല്ലേ. ഇന്നലെ എന്നെ ഒരു അമ്മ വിളിച്ചിട്ട് ട്രിവാൻഡ്രം നെടുമങ്ങാട് ഉള്ളൊരു അമ്മ വിളിച്ചിട്ട് എൻ്റെ മകനെക്കുറിച്ച് അവരുടെ മകനെന്ന് പറഞ്ഞാൽ KSRTC കണ്ടക്ടറാണ്. ഈ കണ്ടക്ടർക്ക് 2 മക്കളുണ്ട്, ഒന്ന് PGക്കും ഒന്ന് +2വും. ഈ +2വിൽ പഠിക്കുന്ന മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ മാറിടത്തിൽ ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുകയാണ് 5 വർഷവും 25,000 രൂപയും. അത് പറയുന്നത് ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അപ്പോൾ കരയുന്നത് ആ അമ്മ മാത്രമല്ല, ആ മരുമകളും അയാളുടെ ഭാര്യയും 2 മക്കളും ഉണ്ട്. ഈ മക്കളുടെ മുഖത്ത് എങ്ങനെയാണ് അദ്ദേഹം ഇനി നോക്കുന്നത്? നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട. ഇങ്ങനെ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടും കേട്ടും എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല? അതാണ് എനിക്കറിയേണ്ടത്. പുരുഷന്മാർ തന്നെ വലിയൊരു ഭാവം പുരുഷന്മാരുടെ വേദന മനസ്സിലാക്കുന്നില്ല. കാരണം അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം നിയമങ്ങളൊക്കെ കയ്യിലെടുത്ത് സ്ത്രീകൾക്കെതിരെ തോന്നിവാസം കാണിക്കാൻ നടക്കുന്നവർ മാത്രമാണോ നിങ്ങൾ ഈ വാദിച്ചുകൊണ്ടിരിക്കുന്ന പുരുഷ വിഭാഗം എന്നുള്ളത്? അതല്ലാത്തൊരു മറുവിഭാഗമില്ലേ? അവരുടെ വിഷയങ്ങളല്ലേ ഡീൽ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ എല്ലാ വിഭാഗക്കാരും നമ്മുടെ അടുത്ത് വരുന്ന കേസിൽ ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള പ്രതിവിധികൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട്. കാര്യം അതിനപ്പുറം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. കോടതിയിൽ നിങ്ങൾ തന്നെ സംസാരിക്കൂ. കാര്യം ഞാൻ അങ്ങനെ സംസാരിച്ച് ഒത്തിരി കേസുകളിൽ ജാമ്യം ഞാൻ നേടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ സംസാരിക്കൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം അല്ല, ഒറ്റ കാര്യം ശ്രീ അജിത് കുമാർ, നിങ്ങൾ മാധ്യമ ശ്രദ്ധ, സമൂഹത്തിൽ ശ്രദ്ധ കിട്ടാൻ ഒറ്റയടിക്ക് സമൂഹത്തിന് വ്യക്തമാകും ആരാണ് തെറ്റുകാരെന്ന് പറയുന്നവർക്ക് വേണ്ടി എല്ലാം വാദിക്കാൻ ഇറങ്ങി. അത് ദിലീപ് ആണെങ്കിൽ ദിലീപിന്റെ സ്ഥിതി ഈ തരത്തിൽ, ബോച്ചെ അകത്തുപോയി, രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് അറിഞ്ഞൂടെ, ഒരു MLAക്ക് ഒളിവിലിരിക്കേണ്ട സ്ഥിതി ഉണ്ടായി. ഈ പരസ്യ പിന്തുണ കൊടുത്ത് കുഴിയിലാക്കുകയാണോ ചെയ്തിരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ ബോച്ചയുടെ കാര്യം പറഞ്ഞു. ബോച്ചെ ജയിലിൽ പോയി 2 ദിവസത്തിനകം ഇറക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം 2-3 ദിവസം, 4ാമത്തെ ദിവസം അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം ഒരുപാട് ജനപിന്തുണയോട് കൂടിയിട്ടാണ് ഇറങ്ങിയത്. അദ്ദേഹത്തിന് ഒരു നഷ്ടവും വന്നിട്ടില്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി വരുന്ന ദിലീപിൻ്റെ കേസ് ഇപ്പോൾ നമുക്ക് ഉടനെ അറിയാമല്ലോ എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അവിടെ ഒന്നും നടക്കില്ല. അദ്ദേഹത്തിനെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പുമില്ല. തീർച്ചയായിട്ടും അദ്ദേഹം പുറത്ത് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനി അടുത്ത് വരുന്ന മാങ്കൂട്ടം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ യുവതി ചെയ്യാത്ത എന്ത് തെറ്റാണ് ആ മാങ്കൂട്ടം ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം വിവാഹം കഴിഞ്ഞ ഒരു പെൺകുട്ടി ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടതിന് പകരം ഒരു MLAക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ച് അയാളെ ചങ്ങാത്തം കൂടി അതിൽ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നു. ഇത് നമ്മുടെ കേരളത്തിന് അപമാനമല്ലേ? ഇവിടുത്തെ സ്ത്രീകൾക്ക് അപമാനമല്ലേ? എത്രയോ സ്ത്രീകൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്നു. ഒത്തിരി പേര് എന്നെ വിളിച്ച് ഇപ്പൊ ഒരു 24 മണിക്കൂറായിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന നടിയുടെ വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട്. അജിത് കുമാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ? എവിടെ പോയി പരസ്യ പിന്തുണക്കാരൊക്കെ കാണുന്നില്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ പിന്തുണ കിട്ടുന്നുണ്ട്. മറ്റുള്ള രാഹുൽ ഈശ്വർ ചെയ്ത വീഡിയോയ്ക്ക് പിന്തുണ കിട്ടുന്നുണ്ട്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരു മാറ്റമില്ല. ജനപിന്തുണയൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് പേരെ ഏതെങ്കിലും രീതിയിൽ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടാവാം. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്തായാലും രാഹുൽ ഈശ്വർ 2 ദിവസത്തിനകം അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങും. അദ്ദേഹത്തെയും പൂമാല ഇട്ട് തന്നെ ഞങ്ങൾ സ്വീകരിക്കും. അതിന് യാതൊരു മാറ്റമില്ല. കാര്യം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല. രാഹുൽ മാങ്കൂട്ടമായാലും ശരി തന്നെയാണ്, അദ്ദേഹവും തെറ്റ് ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ യുവതിയും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ 2 പേരും തെറ്റുകാർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവർ 2 പേരും ചെയ്തത് തെറ്റല്ല. കാര്യം പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടവരെ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും? ഇന്നത്തെ നിയമം അതല്ലേ നമ്മൾ അനുശാസിക്കുന്നത്. അപ്പോൾ പിന്നെ ആ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ഏതെങ്കിലും തരത്തിൽ ആ കേസിന്റെ മെറിറ്റിലേക്ക് ഞാൻ താങ്കളിലേക്ക് കടക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഈ ഒരു വിഷയം ഉണ്ടാകുമ്പോഴെങ്കിലും മെൻസ് അസോസിയേഷൻ എന്നുള്ളൊരു പേരുള്ള നിങ്ങളുടെ ഈ സംഘടനയ്ക്ക് ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരുന്നത്. ഞാൻ ഒറ്റ സെക്കൻഡ്. ശ്രീ അഡ്വക്കേറ്റ് ഷുക്കൂർ, അതിജീവിതയെ അപമാനിച്ചതിന് പൂജപ്പുര ജയിലിലേക്ക് പോകുന്നത് മെൻസ് അസോസിയേഷന്റെ വക്താവ് എന്ന് കൂടി പറയുന്ന രാഹുൽ ഈശ്വറാണ്. ഇനി ഒരു മെൻസ് കമ്മീഷൻ വേണം, അതിനുവേണ്ടി ജയിലിൽ നിരാഹാരം ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണല്ലോ ഈ പ്രഖ്യാപനവുമായി നടക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ രാഹുൽ ഈശ്വർ പറയുന്നതിന് അപ്പുറത്തേക്ക് ആണ് ശ്രീ അജിത് കുമാർ പറയുന്നത്. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഇത് പറയുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ഇല്ലേ? അജിത് കുമാർ രാഹുൽ ഈശ്വറിനെ പോലത്തെവരോടൊക്കെ സംസാരിക്കാന്ന് പറയുന്നത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. രാഹുൽ ഈശ്വർ ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ ഇരുന്നിട്ട് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വിഷയം, ഈ മെൻസ് അസോസിയേഷൻ എന്ന മെൻസ് കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഈ രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 2023 നമ്മുടെ സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകൻ
മഹേശ്വർ എന്ന് പറയുന്നയാള് ഇത് സംബന്ധമായ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. ആ കേസിൽ വിശദമായ സുപ്രീം കോടതി വാദം കേട്ടിട്ട് അവസാനം ആ അപേക്ഷകന് ബില്ല് ഫയൽ ചെയ്താക്കി പിൻവലിക്കേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരുന്നത്. നിങ്ങൾ അത് ആ സംബന്ധമായ സുപ്രീം കോടതിയുടെ സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. സുപ്രീം കോടതി ആ കാര്യത്തിൽ കൃത്യമായി പറയുന്നത് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്ന സാഹചര്യം എങ്ങനെയാണ്, നിങ്ങൾ ഈ പറയുന്ന അവര് 33% ആൾക്കാർ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ആത്മഹത്യ ചെയ്ത പുരുഷന്മാരുടെ എണ്ണം കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി ആ കാര്യത്തിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നത് 19ഉം 20ഉം വയസ്സിലുള്ള പെൺകുട്ടികൾ വിവാഹത്തിന് ശേഷം ആത്മഹത്യ ചെയ്ത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നമ്മൾ ഈ സ്റ്റാറ്റ്യൂട്ടറി അധികാരം ഉപയോഗിച്ച് കമ്മീഷനെ നിയമിക്കുന്നതിന് ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഭരണഘടന എന്ന് പറയുന്ന നമ്മുടെ എല്ലാ നിയമത്തിന്റെയും മാതൃനിയമം വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ ഭരണഘടന ആർട്ടിക്കിൾ 14, 15 ഒക്കെ പറഞ്ഞ് കൃത്യമായ മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ആരെയാണ് സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത്. ഓരോ നമ്മുടെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണ്. BNSS ആയിക്കോട്ടെ, BNS ആയിക്കോട്ടെ, എവിഡൻസ് ആക്ട് ആക്കട്ടെ, അതൊക്കെ നമ്മുടെ പാർലമെന്റിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ വോട്ട് ചെയ്ത് അവരുടെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ ജനപ്രതിനിധി സഭ അംഗീകരിക്കുന്ന നിയമങ്ങളാണ് നമ്മുടെ നാട്ടിലെ പോലീസ് കോടതിയൊക്കെ ഉപയോഗിക്കുന്നത്. നമ്മൾ ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് നമുക്കൊരു കാര്യം നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പൊ പാർലമെന്റിൽ കൃത്യമായി ഈ കാര്യത്തെ കുറിച്ച് ധാരണയുണ്ട്. പാർലമെന്റ് എടുക്കുന്ന നിയമമാണ് നമ്മൾ ഇപ്പം അതിജീവിതയുടെ ഐഡന്റിറ്റി ഒരു നിലക്കും അവരുടെ സൂചന പോലും വെളിവാക്കാൻ പാടില്ല എന്ന് പാർലമെന്റ് എടുക്കുന്ന ഒരു തീരുമാനമാണ്. ആ പാർലമെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പ്രദേശത്തെയും ജനപ്രതിനിധികൾ തെരഞ്ഞെടുത്ത് അവരെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നിയമമാണ് നമ്മുടെ നാട്ടിലെ നിയമം. ആ നിയമം എന്തുകൊണ്ട് നമ്മൾ അംഗീകരിക്കണം? നിയമവാഴ്ചയെ ആഗ്രഹിക്കുന്ന മുഴുവനും അംഗീകരിക്കണം. ഈ മെൻസ് അസോസിയേഷൻ കുറച്ച് നാൾ മുമ്പ് ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയ ഒരു ചെങ്ങായിനെ ബഹുമാനപ്പെട്ട നമ്മുടെ നെടുമ്പാശ്ശേരിയിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 354 IPC പ്രകാരം ജയിലിലാക്കുകയുണ്ടായി, റിമാൻഡ് ചെയ്യുകയുണ്ടായി. എനിക്ക് തോന്നുന്നു അയാളുടെ പേര് സവാദ് എന്നാണ് തോന്നുന്നു. ഒരു സ്ത്രീയോട് അപമാനിയായി പെരുമാറുകയും അവർ വീഡിയോ എടുക്കുകയും വീഡിയോ അടക്കം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. KSRTC കണ്ടക്ടറുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് അയാളെ കയ്യോടെ പിടിക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഇവരെന്താ ചെയ്ത്, ഈ മെൻസ് അസോസിയേഷൻ മുഴുവൻ ആൾക്കാരും പോയിട്ട് ജയിലിൽ നിന്ന് സ്ത്രീ പീഡനത്തിന് കയ്യോടെ പിടിച്ച ഒരാൾക്ക് മാലയിട്ട് സ്വീകരിച്ചു. കുറച്ച് നാൾ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു 2-3 മാസത്തിനിടയിൽ വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്ത അയാൾ ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടായി. എന്താ ഇതിന്റെ അർത്ഥം? ഈ ക്രിമിനലുകളെ ഇപ്പൊ അയാൾ കുറെ പേര് പറഞ്ഞു, ദിലീപിന്റെ പേര്, അതുപോലെ പലയാളുടെയും പേര് പറഞ്ഞു. ഈ പേരുകളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരൊക്കെ ഈ പറയുന്ന ആൾക്കാർ മുഴുവൻ റേപ്പിസ്റ്റുകളെയാണ് സംരക്ഷിക്കുന്നത്. റേപ്പിന് കൊട്ടേഷൻ കൊടുക്കുന്നവരാണ്. ഇവരുടെ വീടുകളിൽ സ്ത്രീകളില്ലേ? ഇവരുടെ വീട്ടിലെ സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടേ? നമ്മുടെ നാട്ടിലെ നിയമനിർമ്മാണ സഭ നമ്മുടെ നാട്ടിലെ സഹോദരിമാർക്ക് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരം അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്നത്. എന്താ ആർട്ടിക്കിൾ 21? റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത്, ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് പൂച്ചയോ നായയോ പോലെ ജീവിക്കുക എന്നുള്ളതല്ല. അന്തസ്സോട് അഭിമാനത്തോടെ ഒരു സ്ത്രീക്ക് സ്ത്രീ ആയിക്കൊണ്ട് ഈ നാട്ടിലെ ഒരു സാധാരണ പൗരന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള അവകാശമാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് മറുപടി പറയാനാ? അത്തരം ചോദ്യങ്ങൾ നിങ്ങളെ ബഹുമാനപ്പെട്ട മീഡിയ പേഴ്സൺസിനോട് പറയാനുള്ളത്, ഇത്തരം ആൾക്കാർ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. ഇത് ഈ ക്രൈം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തുല്യമാണ്. അല്ല അഡ്വക്കേറ്റ് ഷുക്കൂർ, അത് അംഗീകരിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഉണ്ടാവുകയും അത് ചർച്ചയാവുകയും സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളിൽ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രതി ഒരു MLA ആണ്. ആ MLA ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒളിവിലിരുന്നു കൊണ്ട് തെളിവ് കൊടുക്കുകയാണ്. ഒളിവിലിരുന്നുകൊണ്ട് തെളിവ് കൊടുക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണപക്ഷവും സർക്കാരും പോലീസുമുണ്ട്. ആ വിഷയം അല്ലെങ്കിൽ ആ വിഷയം മുങ്ങിപ്പോകുന്നുണ്ട് ഈ വിഷയത്തിനകത്ത്. അത് മാധ്യമങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. തീർച്ചയായും പോലീസ് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇന്നലെ രാത്രി രാഹുൽ ഈശ്വറിനെ പിടിക്കാൻ പോലീസ് കാണിച്ച ജാഗ്രത, സാധാരണഗതിയിൽ ഈ ഇരയാക്കപ്പെടുന്നവരുടെ പേര് ഐഡന്റിറ്റി വെളിപ്പെടുത്തിയാൽ 2 വർഷം തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണ്. പക്ഷെ പോലീസ് അതിന് കാണിച്ച ജാഗ്രത എന്താ? അയാൾ ഉപയോഗിക്കുന്ന വീഡിയോയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് പഴയ 354 പ്രകാരമുള്ള കുറ്റകൃത്യം വരുന്നത് കൊണ്ട് അത് കൂടി ആഡ് ചെയ്തു. അപ്പൊ ഇവരുടെയൊക്കെ വിചാരം ലളിതമായ രീതിയിൽ 2 വർഷത്തിന് താഴെ കുറ്റകൃത്യം വരുന്ന ശിക്ഷയല്ലേ നമുക്ക് ഇറങ്ങി പോകാന്നുള്ളതാണ്. പോലീസ് വളരെ ജാഗ്രതയോടെ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസാണ് അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ വിധിന്യായത്തിൽ സുപ്രീം കോടതി വ്യക്തമായി പറഞ്ഞു 7 വർഷത്തിന് താഴെ
ശിക്ഷിക്കപ്പെടാവുന്ന കുറ്റകൃത്യങ്ങൾ പ്രതിനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല. എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥന് അത്തരം കുറ്റവാളി വീണ്ടും കുറ്റകൃത്യം ആവർത്തിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ, തെളിവുകൾ നശിപ്പിക്കുമെന്ന് ബോധ്യപ്പെട്ടാൽ, കൃത്യമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം ബോധ്യപ്പെടുത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ടോടുകൂടി ഹാജരാക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസിൽ വളരെ സ്പെസിഫിക് ആയി പറയുന്നുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെയും ഇതുപോലെ ഇപ്പം സംസാരിക്കുന്ന ആരുടെയൊക്കെ പ്രശ്നം എന്താ? നിയമത്തിന്റെ ഒരു ഭാഗം മാത്രമേ അവർ കാണുന്നുള്ളൂ. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ത്യയിലെ നിലവിലുള്ള ഹൈലി പാട്രിയാർക്കിയായ ഒരു സൊസൈറ്റി, പുരുഷ മേധാവിത്വം കൊടികുത്തി വാഴുന്ന നാടാണ് നമ്മുടേത്. ഈ രാഹുൽ ഈശ്വറിന്റെ അടുത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA മുന്നിലേക്ക് എന്തിനാണ് ആ സ്ത്രീ വന്നത്? അവരുടെ വൈവാഹിക ബന്ധത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പൊതുപ്രവർത്തകനായ KSUവിലൂടെ യൂത്ത് കോൺഗ്രസിലൂടെ ലീഡർഷിപ്പിലേക്ക് വന്ന ഒരു MLA സമീപിക്കുന്നത് കുറ്റകൃത്യമാണോ, തെറ്റാണോ? ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, പൊതുകാര്യത്തിൽ ഇടപെടുന്ന നിലയിൽ നിരവധി സ്ത്രീകൾ എന്റെ ഓഫീസിലേക്ക് വരാറുണ്ട്, എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, എന്നോട് സഹായങ്ങൾ തേടാറുണ്ട്. അവരെയൊക്കെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ആള് ഞാനായാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ബഹുമാനപ്പെട്ട MLA, കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരാള്, അയാളുടെ അടുത്തേക്ക് പരാതിയുമായി വരുന്ന ഒരു സ്ത്രീയെ അയാൾ അബ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അയാൾ ഗൗരവമായ കുറ്റകൃത്യമാണ് ചെയ്തത്. ആ കുറ്റകൃത്യം എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ടതില്ല. കേരള പോലീസ് അയാളെ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ പിടിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ല അഡ്വക്കേറ്റ് ഷുക്കൂർ, അല്ല ഇതിലെ വിഷയം ആ നേരം കൊണ്ട് രാഹുൽ ഈശ്വറിലേക്ക് മുഴുവൻ ശ്രദ്ധയും പോയ സമയത്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ, തെളിവുകൾ മായ്ക്കാൻ ഒക്കെ സാവകാശം കിട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പ്രതിക്ക്. ഈ ജാഗ്രത, രാഹുൽ ഈശ്വറിനെ പിടിക്കാനുള്ള ജാഗ്രത രാഹുൽ മാങ്കൂട്ടത്തിനെ തപ്പിയെടുക്കാനും കേരള പോലീസ് കാണിക്കണ്ടേ? തീർച്ചയായും. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അയാൾ ഇപ്പോൾ ഹാജരാക്കുന്ന തെളിവുകളെല്ലാം അയാൾക്ക് വിനിയായി വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അയാള് മുൻകൂർ ജാമ്യത്തോടൊപ്പം നൽകിയ അഫിഡവിറ്റ് വായിച്ചാൽ ആ അഫിഡവിറ്റിൽ തന്നെ വളരെ വ്യക്തമായി അയാളെ ക്രൈമിൽ എങ്ങനെ പങ്കാളിയായിട്ടുണ്ട്, എന്തുകൊണ്ട് അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന് 438 നമ്മുടെ BNS-ലെ 482 വകുപ്പ് എന്താണ് പറയുന്നത്, അതിന്റെ ക്ലോസുകൾ എന്താണ് പറയുന്നത്, ഒരു ക്രിമിനൽ കോടതിയിൽ പോകുന്ന മിനിമം 1 വർഷം പ്രാക്ടീസിലെ ലോയർക്ക് പോലും മനസ്സിലാവും. അത്തരം ഒരു അഫിഡവിറ്റ് കൊടുത്താൽ സാധാരണഗതിയിൽ ഒരു നിലക്കും അയാൾക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല. അയാൾക്ക് ജാമ്യം കിട്ടാത്ത മുൻകൂർ ജാമ്യം കോടതിയിലേക്ക് കോടതിയുടെ അയാൾ എന്ത് തെളിവുകൾ കൊടുത്താലും അത് അയാൾക്ക് തന്നെ വിനിയാകും തെളിവാണ്. അയാൾ തന്നെ പറയുന്നത് ആ സ്ത്രീയും അയാളും തമ്മിലുള്ള ചാറ്റുകളടക്കം അവർ സൂക്ഷിച്ചിരുന്നു. എന്തിനാ സൂക്ഷിച്ചത്? ഇയാൾ ബ്ലാക്ക്മെയിൽ ചെയ്യാണെന്ന്. അതേ ആളാണ് ഇന്ന് ആ സ്ത്രീയും അയാളും തമ്മിലുള്ള മുഴുവൻ ചാറ്റുകൾ വീണ്ടും കോടതിയെ സമർപ്പിച്ചു എന്ന് അയാളുടെ ആൾ തന്നെ വാർത്തകൾ ലീക്കാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, സീല് വെച്ച കവറിൽ കോടതിയിൽ എന്താണ് അയാൾ കൊടുത്തതെന്ന് ആരാണ് പുറത്തു പറയുന്നത്? ഒന്നുകിൽ അയാളുടെ അഭിഭാഷകൻ, അല്ലെങ്കിൽ അയാളുടെ PR ടീം. അയാളുടെ PR ടീമിൽ പ്രധാനപ്പെട്ട ആളാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെ പിടിക്കേണ്ടതും ഈ ദിവസം ബഹുമാനപ്പെട്ട കേരള പോലീസിന് നമ്മുടെ അഭിവാദികൾ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ സ്ത്രീകളുടെ അന്തസ് ഉയർത്തിയതിന്, കേരള സ്ത്രീകൾക്ക് വഴിയിൽ പോകുന്നവർക്ക് കൊട്ടാനുള്ള ചെണ്ടയിലെ കേരളത്തിലെ സ്ത്രീകളുടെ അഭിമാനമെന്ന്, അവരുടെ അന്തസ്സെന്ന്, അത് അന്തസ് ഉയർത്തിപ്പിടിക്കേണ്ടതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിനും കേരള പോലീസിനും, അതുപോലെ ഇന്ത്യൻ ജുഡീഷ്യറി എന്ന് പറയുന്ന സംവിധാനം, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അതേ സ്പിരിറ്റോട് ഉൾക്കൊള്ളുന്ന ഒരു ജുഡീഷ്യൽ സംവിധാനം ഇന്ത്യയിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ദിവസമാണിത്. ശരി, ഞാൻ തിരികെ എത്താം അഡ്വക്കേറ്റ് ഷുക്കൂർ, ഞാൻ തിരികെ എത്താം. കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ രജീബി, ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യമാണ് അത്. ഒരു കോൺഗ്രസ് സഹയാത്രികനോട് ചോദിക്കുന്നതിൽ പിന്നെയും ഖേദമുണ്ട്. കാരണം ജയിലിലേക്ക് പോകാൻ അറസ്റ്റ് ഭയന്ന് ഒളിവിൽ കഴിയുന്ന MLA-യെയും പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ള വാക്ക് പറയേണ്ടി വരും. തള്ളിക്കളയാനും വയ്യ, കൊള്ളാനും വയ്യ. ഇനി ഇതിനെല്ലാം പിന്തുണ കൊടുത്ത് പൂജപ്പുര ജയിലിൽ കിടക്കുന്ന രാഹുൽ ഈശ്വറിനെയും പിന്തുണയ്ക്കേണ്ട ഒരു സ്ഥിതിഗതിയിലായോ കോൺഗ്രസ്? അപർണ, ഈ സംഭവത്തെ സംബന്ധിച്ച് കോൺഗ്രസിന് എന്താണ് ഒളിക്കാനോ മറയ്ക്കാനോ ജാള്യതപ്പെടേണ്ടതായിട്ടുള്ള എന്ത് ആവശ്യമാണുള്ളത്? കോൺഗ്രസുമായിട്ട് ഇതിനെ ഏത് തരത്തിലാണ് ബന്ധപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്? കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒഴിയാനോ മറയ്ക്കാനോ എന്നൊക്കെ അങ്ങ് പറയുന്നുണ്ടല്ലോ. അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യകത ഉണ്ടോ? കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാൾ ചെയ്ത നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളുടെ ഫലം അയാളല്ലേ അനുഭവിക്കേണ്ടത്? 3 തരത്തിലുള്ള നടപടികളാണ് കോൺഗ്രസ് പ്രസ്ഥാനം അയാൾക്കെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. അയാൾ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ പോലും പെട്ടയാളല്ല. അയാൾ നിയമരഹിതമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തക്കതായിട്ടുള്ള ശിക്ഷയ്ക്ക് ഇന്ത്യയിലെ ന്യായ വ്യവസ്ഥ അനുസരിച്ച് ലഭിക്കേണ്ടതുണ്ട്. അതിൽ കോൺഗ്രസ് പാർട്ടി എന്താണ്? കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അതിൽ ഈ ഏറ്റവും കൂടുതൽ ഇന്ത്യ മഹാരാജ്യത്ത് ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമായ
കോൺഗ്രസിന് അത് സംബന്ധിച്ച് എന്ത് ബന്ധമാണുള്ളത്? അതിനെ കോൺഗ്രസുമായിട്ടോ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരുമായിട്ടോ ഈ സംഭവത്തെ കൂട്ടിക്കുഴയ്ക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യകതയും ഉയർന്നു വരുന്നില്ല. കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ നിലപാട്, അതിന്റെ മുതിർന്ന നേതാക്കൾ കാലാകാലങ്ങളിൽ സമയാസമയങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി കേരളീയ സമൂഹത്തിന് മുമ്പാകെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറമായിട്ട് ഏതെങ്കിലും തരത്തിൽ കാലാകാലങ്ങളിൽ അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളിൽ ഉയർന്നു വരുന്ന വിഷയങ്ങളിൽ ഇടപെടുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും നിലപാട് പിന്നീട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ മുൻ നിലപാടിൽ നിന്ന് പിന്നോക്കം പോവുകയോ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുമില്ല. നിയമം ലംഘിക്കപ്പെട്ടിട്ടുള്ളവർ അതിന്റെ ശിക്ഷ അനുഭവിക്കണം. നിയമവിരുദ്ധമായിട്ട് അതിനെ പാർട്ടിയോ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനമോ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നതായിട്ടുള്ള ഒരു നടപടിയും ഒരു കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ അതിന്റെ അനുഭാവികളോ അല്ലെങ്കിൽ ആ ആദർശത്തിൽ വിശ്വസിക്കുന്നവരോ ചെയ്യുന്നില്ല. അവർ പൊതുസമൂഹത്തിന്റെ നന്മയെ ലാക്കാക്കിക്കൊണ്ട് മാത്രമാണ് കോൺഗ്രസ് പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. കോൺഗ്രസിന്റെ MLA പാർട്ടി എന്ത് നിലപാട് ഗത്യന്തരമില്ലാതെ എടുത്താലും കേരളത്തിലെ കോൺഗ്രസിന്റെ MLA എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? CPM-ഓ BJP ആണോ ഈ ഒളിക്കാൻ സഹായം കൊടുക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്? ശ്രീ റജി, നോക്കൂ അപർണ, കോൺഗ്രസിന്റെ MLA എന്ന് വീണ്ടും അങ്ങ് എന്താണ് പറയുന്നത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിരിക്കുകയല്ലേ? കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയിൽ അദ്ദേഹം അംഗമല്ല. കോൺഗ്രസിന്റെ ഒരു തരത്തിലുള്ള ഒരു ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. അദ്ദേഹം പാലക്കാട്ടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം കേരള പോലീസിനല്ലേ? കേരളത്തിലെ ഭരണം കോൺഗ്രസിന്റെ കയ്യിലാണോ ഇപ്പോൾ ഉള്ളത്? അത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലല്ലേ? CPM-ന്റെ കയ്യിലല്ലേ ഈ ഇപ്പോഴത്തെ ആഭ്യന്തര വകുപ്പുള്ളത്? അപ്പൊ ഇതിൽ കൃത്യമായി നടപടി സ്വീകരിക്കേണ്ടതും ഒളിവിൽ പോയ ആളെ കണ്ടെത്തേണ്ടതിന്റെയും ഉത്തരവാദിത്വം ആർക്കാണ് കേരളത്തിലുള്ളത്? കോൺഗ്രസ് പ്രസ്ഥാനത്തിനാണ്. ഞാൻ അതിന് രാഷ്ട്രീയപരമായിട്ട് മറുപടിയിലേക്ക് വരാം. ശ്രീ ഷാജി രാഘവൻ, കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാളെ അറിയുക പോലുമില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണയുമില്ല, അങ്ങനെ ഒരു പേര് പോലും ആ പാർട്ടിയുടെ എവിടെയും നിഘണ്ടുവിൽ പോലുമില്ല. ആകെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്നത് രാഹുൽ ഈശ്വറുണ്ട്, ഇപ്പോൾ പറഞ്ഞ മെൻസ് അസോസിയേഷൻ ഉണ്ട്, അങ്ങനെ പിന്നെ ചില സമൂഹ മാധ്യമങ്ങളുള്ള ചില ഇൻഫ്ലുവൻസേഴ്സും ചില താരങ്ങളും ഒക്കെയാണുള്ളത്. എന്ത് പറയാനാണ് കോൺഗ്രസ് പാർട്ടി ഈ വിഷയത്തിനകത്ത്? നോക്കൂ, ഇന്ന് ഇവിടെ രാഹുൽ ഈശ്വർ അകത്ത് പോകുമ്പോൾ ആ കേസിൽ 4ാം പ്രതി ഒരു കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. എന്താണോ രാഹുൽ ഈശ്വർ അതിജീവിതയോട് കാണിച്ച ഒരു ക്രൂരതയുണ്ടല്ലോ, എന്നിട്ട് അതിന് സമാനമല്ലേ ഈ കൂട്ടര് പിന്നീട് ചെയ്തിട്ടുള്ളത്? ഇവരെന്തായി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്? കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് കോൺഗ്രസേ അല്ല എന്നാ അദ്ദേഹം. സാർ, നിങ്ങൾ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എന്ന് വിചാരിച്ച അയാളെ പാർട്ടിക്കാരനല്ലാതാകുന്നില്ല, താൽക്കാലിക നടപടിയാണ്. അല്ല, അയാൾ ചെയ്യുന്ന തെറ്റിന് കൂട്ട് നിൽക്കേണ്ടതുണ്ടോ? അയാൾ ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കോൺഗ്രസ് പ്രസ്ഥാനമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? അത് ഞാനതാണ് പറയുന്നത്. ഞാൻ ചോദിച്ചത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി അതിക്രൂരമായി ഇതുമായി ബന്ധപ്പെട്ട് തെറ്റുകാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞത് എന്താ? കോൺഗ്രസ്സുകാരനല്ല, കോൺഗ്രസ്സുകാരുടെ പിന്തുണയില്ലെന്നല്ലേ പറഞ്ഞേ? സാർ 4ാം പ്രതിയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരോടാ ഈ പറയുന്നത്? കോൺഗ്രസിൽ വലിയൊരു വിഭാഗം സൈബർ ആക്രമണം നടത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ടല്ലേ? ഇല്ലേ? അപ്പൊ കോൺഗ്രസ് ഒരു നാടകം കളിക്കുന്നുണ്ട്, അത് ശരിയാണ്. അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് ശ്രീ രാഹുൽ, അതിനൊന്നും ഒരു സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആള് ഇതിനകത്ത് ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ബഹുമാനപ്പെട്ട ഷുക്കൂർ വക്കീൽ പറയുന്നത് കേട്ടു, ഇന്നത്തെ കേരള പോലീസിന് അഭിവാദ്യം അർപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നത്. എന്തിനാണ് സാർ? ഇവിടെ ഇന്ന് അകത്ത് പോയവൻ, പ്രതിയെ ന്യായീകരിച്ചവനെ അകത്ത് പോയത്. ഈ സ്ത്രീയെ പീഡിപ്പിച്ച MLA സ്വതന്ത്ര വികാരം ഇവിടെ കേരളത്തിലോ എവിടെയോ നടത്തുക. നിങ്ങൾക്ക് അവസരം ഉണ്ടായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അതിജീവിത പരാതി പറയുമ്പോൾ ഈ മാന്യൻ, ഈ MLA, ഈ കോൺഗ്രസ് MLA, ഞാൻ അടിവരയിട്ട് വീണ്ടും പറയും, അദ്ദേഹം പാലക്കാട് കണ്ണാടി പഞ്ചായത്തിലുണ്ട്. എന്തേ പോലീസിന് അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പാടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ ഷുക്കൂർ വക്കീൽ ഒരു ന്യായം പറഞ്ഞത്, ചെയ്ത കുറ്റത്തിന്റെ ഗ്രാവിറ്റി അനുസരിച്ച് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന എന്താ പറയുക ശിക്ഷയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത്, ഞാനൊരു നിയമജ്ഞനല്ല, ഷുക്കൂർ വക്കീൽ നല്ല നിയമജ്ഞനാ, അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. സാർ, ഇവിടെ ഇന്ന് ഈ പറയുന്ന ആരോപണം നേരിടുന്ന ഈ MLA, കോൺഗ്രസിന്റെ MLA പ്രതിയുണ്ടല്ലോ, അദ്ദേഹം കോടതിയിൽ പുതിയതായി കുറെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്, കവറിലിട്ടിട്ട്. ഇല്ലാത്ത തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈ പ്രതിക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ ഗവൺമെന്റ്, ഈ പോലീസും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു ഭാഗത്ത് പറയുകയാണ് ഞങ്ങൾ ഇരയോടൊപ്പമാണ്. നിങ്ങൾ ഇരയോടൊപ്പം അല്ല, നിങ്ങളും കോൺഗ്രസും പ്രതിയോടൊപ്പമാണ്. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം.
ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഒരു ML, ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി, ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഒരു മഹത്തായ പ്രസ്ഥാനത്തിന്റെ ആയിരുന്നല്ലോ എത്രയോ വർഷക്കാലമായി. ആ പ്രസ്ഥാനത്തിലെ ഒരാള്, ഒരു ചെറുപ്പക്കാരൻ, അയാളെ പിടിച്ചിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നു. അതിനുശേഷം അയാളെ പിടിച്ച് അയാൾ പത്തനംതിട്ടക്കാരനാണ്, പാലക്കാട് കൊണ്ട് MLA ആക്കുന്നു. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ഒരു ചെറുപ്പക്കാരൻ അതിക്രൂരമായ രീതിയിൽ എന്താ പറയാ, ഒരു എന്താ പറയാ, നമ്മുടെ പാലക്കാട് കേസിലെ ഒരു ഗോവിന്ദസ്വാമി ഉണ്ടല്ലോ, സമാനമായ കേസല്ലേ എന്ന് ഇതൊക്കെ. ഗോവിന്ദസ്വാമി ഇതിനു വേണ്ടി ജനിച്ച ആളാണെന്ന്, അയാളുടെ ശരീരഭാഷ ഏതാണ്? അപ്പൊ ഗോവിന്ദസ്വാമിയെ ന്യായീകരിക്കുന്നത് പോലും ഇവിടെ ആളുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടില്, ഇല്ലേ? ഗോവിന്ദസ്വാമിയെ ന്യായീകരിച്ചവരില്ലേ? അതുകൊണ്ട് ഇവിടെ ന്യായീകരണ തൊഴിലാളികൾ കാണും, ന്യായീകരിക്കാൻ ആൾക്കാരും ഉണ്ടാവും. അത് നമ്മുടെ അതിനുള്ള സ്പേസും അതിനുള്ള ഇടവും നമ്മുടെ അതിനുള്ള ഒരു മൗലികമായിട്ടുള്ള അവകാശമൊക്കെ നമ്മൾക്ക് ഉണ്ട്. ഈ രാജ്യത്തും കേരളത്തിലൊക്കെ ഉണ്ട്. അതാവാം. പക്ഷെ പ്രശ്നം അവിടെ നിന്നറിയോ? നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ ദൂഷിപ്പിക്കുന്നതും നിങ്ങൾ അവഹേളിക്കുന്നതും സമൂഹ മധ്യത്തിൽ നിങ്ങൾ വലിച്ചു കീറാൻ ശ്രമിക്കുന്നതും ഒരു പാവപ്പെട്ട ഇരയാ. അതാണ് പ്രശ്നം. നിങ്ങൾ എല്ലാ കാലത്തും ഇവിടെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ചില സെലിബ്രിറ്റിയായ ആൾക്കാരുടെ അതിന് പുതിയ ഒരു വ്യാഖ്യാനമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്റെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ആദ്യത്തെ പ്രതിനിധി പറയുന്നത് കേട്ടു, പുരുഷ വിമോചനത്തിന് വേണ്ടിയിട്ട് എന്തോ ധീരോദാത്തമായ സമരം നടത്തി രാഹുൽ ഈശ്വർ ജയിലിൽ പോയതുപോലെയാ പറയുന്നത്. ഇതൊക്കെ എന്താ അർത്ഥമാവുള്ളതെന്ന്? നിങ്ങൾ ഈ പറയുന്ന സെലിബ്രിറ്റികളായിട്ടുള്ള ചില ആൾക്കാരുടെ കേസുകളിൽ ഈ തരത്തിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനുള്ള അവകാശമൊക്കെ ഉണ്ട്, അതിനൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ അവരെ നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷെ നിങ്ങൾ അവരെ ന്യായീകരിക്കുമ്പോൾ അവരുടെയൊക്കെ പീഡനത്തിന് ഇരയായ സ്ത്രീകളെയാണ് നിങ്ങൾ അതിന് ബലിയാടാക്കുന്നതെങ്കിൽ അതിന് ഈ നാട്ടിലെ നിയമത്തിൽ സ്പേസ് ഇല്ല സാർ. അതുകൊണ്ടാണ് ഇന്ന് രാഹുൽ ഈശ്വർ അകത്ത് പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോടും ചോദിച്ചത്, അതിന് സമാനമായി തെറ്റ് ചെയ്ത ഒരു KPCC ജനറൽ സെക്രട്ടറി ഇവിടെ ഉണ്ട്. എന്തേ കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തെ പറ്റി അക്ഷരം മിണ്ടിയില്ലല്ലോ? അദ്ദേഹത്തെ നിങ്ങൾ നാളെ പുറത്താക്കുവോ? അല്ലെ അദ്ദേഹത്തെ നിങ്ങൾ നാളെ സസ്പെൻഡ് ചെയ്യുവോ? അദ്ദേഹം എന്താ മുൻകൂർ ജാമ്യത്തിന് പോവുകയാണ്? അതോ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയൊക്കെ തെറ്റാണെന്ന് എന്താ പറയാ, ഇവിടെ ചർച്ചയിൽ ആദ്യം പങ്കെടുത്ത എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് അജിത് കുമാർ ആണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന രീതിയിൽ നിങ്ങൾ കോൺഗ്രസ് പാർട്ടിയും പറയുമോ നാളെ? അല്ലാതെ നിങ്ങൾക്ക് നിവൃത്തിയില്ലല്ലോ. ഞാനൊന്ന് ശ്രീ റെജിയിലേക്ക് പോയിട്ട് വരാം. അദ്ദേഹത്തിന് പോകേണ്ടതുകൊണ്ട് ഞാൻ ശ്രീ ഷാജി രാഘവൻ ഞാനൊന്ന് ശ്രീ റെജിയിലേക്ക് പോയിട്ട് അദ്ദേഹത്തിന് പോകണം. ശ്രീ റെജി, ഇതിനുള്ള ഉത്തരത്തിനൊപ്പം ഒറ്റ വരും കൂടെ. ഒരുപാട് അനാവശ്യ പിന്തുണകൾ ഈ വിഷയത്തിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് വരികയുണ്ടായി. ഈ രാഹുൽ ഈശ്വറിനെ പോലെ മെൻസ് അസോസിയേഷനെ പോലെ ഒക്കെ ഇത്തരം PR പിന്തുണകൾ ഈ വിഷയം വഷളാക്കി, അത് കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കി. ഇതെവിടേക്കാണ് പോകുന്നത് എന്ന് പാർട്ടിക്കാർക്ക് പോലും പറയാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അതല്ലേ സത്യം? നോക്കൂ, അതെ, ഈ സൈബർ ഇടങ്ങളില് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ചില അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാൻ ശ്രീ അജിത് കുമാറിനെ ഇവിടെ ഇരുത്തിക്കൊണ്ടാണ് ചോദിക്കുന്നത്, ഈ മെൻസ് അസോസിയേഷൻ അടക്കമുള്ളവരുടെ പിന്തുണ കോൺഗ്രസ് പാർട്ടിക്ക് അടക്കം ബാധ്യതയാകുന്നില്ലേ ഈ സാഹചര്യത്തിൽ? നോക്കൂ, കോൺഗ്രസ് പാർട്ടി അതിന്റെ ധാർമ്മികമായ ഉന്നതമായിട്ടുള്ള മൂല്യങ്ങളാണ് എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അത് തെറ്റ് ചെയ്യുന്നവരെ അംഗീകരിക്കുകയല്ല. തെറ്റ് ചെയ്യുന്നവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായിട്ടുള്ള നടപടികളെ നേരിടുവാൻ അവർ ബാധ്യസ്ഥരാണെന്നുള്ള സുചിന്തിതമായിട്ടുള്ള അഭിപ്രായമാണ് കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും എടുത്തിട്ടുള്ളത്. കോൺഗ്രസ് എക്കാലത്തും നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും സ്ത്രീ സമത്വത്തിനു വേണ്ടിയും സ്ത്രീ ശാക്തീകരണത്തിനു വേണ്ടിയും ആണ് നിലകൊള്ളുന്നത്. സ്ത്രീകളുടെ ഉന്നമനം ലാക്കാക്കിയാണ് എപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങളും അത് നിലകൊള്ളുന്നതും. അപ്പോൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അപജയം അതുകൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി 4ാം പ്രതിയായി എന്ന് ശ്രീ ഷാജി രാഘവൻ പറയുന്നത്. നോക്കൂ, അദ്ദേഹം പറഞ്ഞ ഞാൻ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് എന്താണെന്ന് നോക്കൂ. എനിക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. ഇവിടുത്തെ നിയമ നടപടികൾ അനുസരിച്ച് അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെ കണ്ടെത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷാർഹനായി ആയിക്കൊള്ളട്ടെ. അത് സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് രാഹുൽ ഈശ്വർ എന്തിനാണോ ജയിലിൽ പോയത് അതേ തെറ്റാണ്, അതേ കേസാണ്. നോക്കൂ, അങ്ങനെ ഇവിടെ ഇപ്പൊ ഈ കേരള സമൂഹത്തിലുള്ള സ്വർണ്ണക്കൊള്ളയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും മറയ്ക്കുവാൻ വേണ്ടി ഇന്നത്തെ ഭരണകക്ഷി പല തരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കും. സ്വർണ്ണക്കൊള്ളയിൽ 2 CPM നേതാക്കൾ ജയിലിൽ കിടക്കുവാണ്. 6 പേര് മൊത്തത്തിൽ അറസ്റ്റിലായി. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി വിഷയങ്ങളെ ഏതെങ്കിലും രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലാണോ നമ്മുടെ ഒരു നിയമ നടപടികൾ നടക്കുക സാധാരണഗതിയിൽ സമാനമായിട്ടുള്ള കേസുകളിലൊക്കെ? അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നും കൂടി അങ്ങ് ആലോചിച്ചു നോക്കണം. ഇത് രാഷ്ട്രീയമായിട്ട് ഒരു കോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനൊരു പീഡന കേസ് വന്നിട്ട് MLA മുങ്ങിയ ഒരു കഥയുണ്ടോ? അത് ചെറിയ വിഷയമല്ലേ? അത് അന്വേഷിക്കണ്ടേ? നോക്കൂ അപർണ, ഈ MLA കണ്ടെത്താനുള്ള ഉത്തരവാദിത്വം ആർക്കാണ് ഇന്ന് കേരളത്തിലുള്ളത്?
അങ്ങ് തന്നെ ചിന്തിക്കൂ. അത് 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 ആർക്കാണ് അതിനു വേണ്ടിയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരാരാണ്? അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ്? ഇതിനെ കോൺഗ്രസ് പ്രസ്ഥാനവുമായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവികളുമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിൽ ഇതിനെ ബന്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ എത്ര കഷ്ടമാണ്. ഇത്രയും ആത്മാർത്ഥമായിട്ട് ആർജവത്തോടു കൂടി നടപടി സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അതിനെ രാഷ്ട്രീയ എതിരാളികൾ പിച്ചു ചീന്തുമ്പോൾ അതിന് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ അതിന് ഒപ്പം നിൽക്കരുത് അപർണ. കാരണം ഇത്ര ജനകീയമായിട്ടും ഇത്ര ആർജവത്തോടെയും ഇത്ര ധാർമ്മികത ഉയർത്തിപ്പിടിച്ചും ഇത്തരം സീരിയസ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അപ്പൊ അവർ സ്വീകരിച്ച ആ നടപടികളെ പിന്തുണയ്ക്കുകയല്ലേ നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്? ഏതെങ്കിലും തെറ്റുകാർക്കൊപ്പം അല്ല നിൽക്കുന്നത്. ആ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉദ്ബോധനമാണ്, ഇതാണ് കോൺഗ്രസ് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നേതാക്കളെ, അതിന് ധൈര്യപൂർവ്വം നടപടിയെടുക്കുന്ന നേതാക്കളെ അഭിനന്ദിക്കുകയല്ലേ നമ്മുടെ സമൂഹം ചെയ്യേണ്ടത്? അതിന് പകരം രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയമായി കോൺഗ്രസിനെ തിരിച്ചടിക്കുവാൻ അല്ലെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനൊപ്പം ധാർമ്മികത പുലർത്തുന്ന നിങ്ങളെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ആ നന്മയുടെ വശം കണ്ടെത്തണ്ടേ? ഇവിടെ നുണ പ്രചരിപ്പിക്കുമ്പോഴും അശ്ലീലം പ്രവർത്തിച്ചുകൊണ്ട് അശ്ലീലം വലിയ പ്രചരണ ആയുധമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അതിൽ നിഷ്പക്ഷമായിട്ടൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം കാട്ടുന്ന ആർജവത്തെ ഉയർത്തിപ്പിടിക്കേണ്ട വലിയൊരു ഉത്തരവാദിത്വം മാധ്യമ പ്രവർത്തകരായ നിങ്ങളെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ. എനിക്ക് ശ്രീരജി താങ്കളുടെ ആദർശവും ആ വൈകാരികതയൊക്കെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പിടിച്ചിരിക്കുന്ന പുലിവാല് അത്ര എളുപ്പത്തിൽ ഊരിപ്പോരാൻ പാർട്ടിക്കകത്തെ ചില നേതാക്കന്മാർ തന്നെ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. ഞാൻ ശ്രീ രജുക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് താങ്കൾക്ക് നന്ദി കൂടി. ശ്രീ അജിത് കുമാർ, കോൺഗ്രസിന് വേണ്ടാത്ത നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതാണല്ലോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് അടക്കം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ കഷ്ടപ്പെട്ട് ഈ സമരത്തിനും ഈ അനാവശ്യ പിന്തുണയ്ക്ക് നടക്കുന്നത്? ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. CPM-ൻ്റെ ഒരു അനുഭാവിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ നമ്മളെ രാഷ്ട്രീയത്തിലൊന്നും കൂടുതൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇന്നേ വരെ ഒരു വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിനാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇടതുപക്ഷം, ഇന്നത്തെ ഭരണപക്ഷം, ഞാനും കൂടി വോട്ടിട്ട് വിജയിപ്പിച്ച ഭരണപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ സ്വർണ്ണപ്പാളിയും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ഇരയാക്കിയതാണ് ഈ രാഹുൽ മാങ്കൂട്ടവും രാഹുൽ ഈശ്വറും. അതിൻ്റെ ഇരയാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഞാൻ ഈ പുരുഷന്മാർ എന്ന് വെച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലുമല്ല, വേറൊരു മതത്തിലുള്ളതും അങ്ങനെയല്ല. ഏതൊരു മതത്തിലുള്ളതായാലും രാഷ്ട്രീയ പാർട്ടിയിലുള്ളതായാലും ഏതൊരു ജാതിയിലുള്ളതായാലും ഏതൊരു വർണ്ണത്തിലുള്ള ആളായാലും ശരി, ഏതൊരു പുരുഷനാണോ പീഡനം അനുഭവിക്കുന്നത് അവൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവൻ്റെ പക്ഷത്ത് തന്നെ നിൽക്കും. ഇപ്പോൾ ഇടതുപക്ഷത്തിലെ എത്രയോ MLA-മാർ, നമ്മുടെ മുകേഷ് ഉൾപ്പെടെയുള്ള MLA-മാർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നില്ലേ? ഞാൻ അന്ന് അവർക്ക് അനുകൂലമായിട്ടല്ലേ സംസാരിച്ചത്. അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഞാൻ സംസാരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടാണ്. നേരത്തെ ഷുക്കീർ വക്കീൽ പറഞ്ഞു, ഇവിടെ ആത്മഹത്യയെക്കുറിച്ചും മരിക്കുന്നവരെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. 73% എന്ന് പറഞ്ഞാൽ ഓരോ 4 മിനിറ്റിനകത്തും ഒരു പുരുഷൻ മരിക്കുകയാണ്. അതെന്തുകൊണ്ട്? പുരുഷൻ്റെ ജീവന് വിലയില്ല എന്നുള്ളതാണോ ഈ പറഞ്ഞു വരുന്നത്? കാരണം നിങ്ങൾക്ക് വേണ്ടി വന്നാൽ ഷുക്കൂർ വക്കീലിനോ അല്ലെങ്കിൽ താങ്കളുടെ ഫാമിലിയിൽപ്പെട്ട ഒരു ആണിനോ ഇനി നാളെ ഇതുപോലുള്ള ആരോപണങ്ങൾ വരില്ല എന്ന് പറയരുത്. അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഏത് സമയവും ഏതൊരു പുരുഷനും ഒരു പെൺകുട്ടിയുടെ ഒരു പരാതിയുടെ അകലം മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വെച്ച് അദ്ദേഹം ജയിലിലാവുകയാണ്. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടിയുടെ പരാതിയിൽ അന്വേഷണം പോലും ഇല്ലാതെ നേരെ തിരിച്ചാണെങ്കിലോ പെൺകുട്ടികൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇന്ന് ഒരുപാട് കേസുകളിൽ പെൺകുട്ടികൾ പ്രതികളാണ്. എന്തുകൊണ്ട് അവർ പ്രതികളാകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കളല്ലേ. അപ്പോൾ എന്തുകൊണ്ട് അവർ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരല്ലേ, എന്തുകൊണ്ട് അവർ പ്രതികളാകുന്നു? അവരെ ഇതുപോലെ സംരക്ഷിച്ച് വെള്ളപൂശുന്നതുകൊണ്ടാണ്. അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് സമൂഹത്തിൽ നിയമപ്രകാരം അവരെ ശിക്ഷിച്ചിരുന്നു എങ്കിൽ കൃത്യമായിട്ടും അവരൊന്നും ഇത്രത്തോളം മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് കള്ളത്തരങ്ങൾക്കും വേണ്ടി ശ്രമിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഈ പെൺകുട്ടികളെ അവർ തെറ്റ് കണ്ടാൽ അവരെ അനുകൂലിക്കുകയല്ല ചെയ്യേണ്ടത്. തെറ്റ് കണ്ടാൽ ശിക്ഷിക്കുവാനും അല്ലെങ്കിൽ സംരക്ഷിക്കുവാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. അപ്പോൾ അവിടെ നീതി നടപ്പിലാവും. എന്തുകൊണ്ട് പുരുഷന്മാർ അധികം തെറ്റ് ചെയ്യുന്നില്ല? ഇപ്പം എന്നെ തന്നെ എടുക്കാം. ഞാൻ എന്തുകൊണ്ട് വലിയൊരു തെറ്റിലേക്ക് പോകുന്നില്ല എന്ന് കേട്ടാൽ ഞാൻ ജയിലിലാവും.
ജീവപര്യന്തം വരെ എനിക്ക് ശിക്ഷ കിട്ടും എന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതേസമയം നിയമത്തിൻ്റെ പരിരക്ഷ എനിക്ക് കിട്ടും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ തെറ്റുകളിലേക്ക് പോകും. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കുഴപ്പമില്ല. നമ്മുടെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ത്രീകളോട് ഉള്ള കടപ്പാട് പോലെ തന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാരോടും കടപ്പാട് വേണം. കാര്യം അവർക്കും അച്ഛനില്ലേ, സഹോദരനില്ലേ, മകനില്ലേ. അപ്പോൾ ഇവരുടെ പേരിൽ ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ? അത് ചിന്തിക്കണ്ടേ? അല്ല ശ്രീ അജിത് കുമാർ, ഞാൻ ഈ കേസിന്റെ മെറിറ്റ് അല്ലാണ്ട് ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ. നമ്മൾ പലതരം ചർച്ചകൾക്ക് ഇരുന്നു. മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പാനലിസ്റ്റുകളെ ഉൾപ്പെടുത്തുന്നു എന്നുള്ളൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വളരെ സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടുന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഏതെങ്കിലും പ്രശസ്തരല്ലാത്ത, ലേബലില്ലാത്ത ഏതെങ്കിലും ഒരു പുരുഷന്റെയോ ഒരു ആൺകുട്ടിയുടെയോ ഏതെങ്കിലും പ്രശ്നവുമായിട്ട് മെൻസ് അസോസിയേഷൻ പുറത്ത് ഇറങ്ങുകയോ അവകാശം അല്ലെങ്കിൽ അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയോ ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾ ഓരോ തവണയും എടുത്തത് മുഴുവൻ സെലിബ്രിറ്റികളുടെ വിഷയമാണ്. നിങ്ങൾ ആർക്കൊക്കെ പിന്തുണ കൊടുത്തോ അവർക്കൊക്കെ എതിരെ വളരെ എളുപ്പത്തിൽ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ഉണ്ടായി. അതിപ്പോ ദിലീപ് ആയാലും മുകേഷ് ആയാലും ബോച്ച ആയാലും ഇപ്പോൾ ഇതാ രാഹുൽ ഈശ്വറിന്റെ വിഷയം വരെ. അപ്പോൾ ഈ കുറച്ച് ലൈറ്റായിട്ട് ചോദിക്കണം, ഈ ചിന്താമണി കൊലക്കേസിനകത്തൊക്കെ പ്രതിക്ക് വക്കാലത്തെടുത്ത് പ്രതിയെ കൂട്ടിലാക്കുന്ന അഭിഭാഷകൻ പോലെ മെൻസ് അസോസിയേഷൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇവർക്കൊക്കെ പിന്തുണ കൊടുത്ത് പാരവെച്ച് അങ്ങനെയാണോ? ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിൽ പോയൊരു കേസാണ് ശ്രീനാഥ്, മലപ്പുറത്ത് ശ്രീനാഥ് എന്ന് പറയുന്ന 18 വയസ്സ് തികഞ്ഞിട്ടേ ഉള്ളൂ, 18 വയസ്സ് തികഞ്ഞ ഒരു യുവാവിനെ കൂടെ പഠിച്ച 1 വയസ്സ് മാത്രം എളുപ്പം, 1 വയസ്സ് എളുപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തപ്പോൾ ശ്രീനാഥ് റിമാൻഡിലാവുകയാണ്. 18 വയസ്സ് മാത്രം തികഞ്ഞ ശ്രീനാഥ് റിമാൻഡിലാകുന്നു. ആ പെൺകുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പുള്ളിക്കാരി പ്രഗ്നൻ്റാണ്, കൊച്ചുകുട്ടിയാണ്, പ്രഗ്നൻ്റാണ്, ഈ കുട്ടി ശ്രീനാഥിൻ്റെ ആണെന്ന്. അപ്പോൾ ആ കേസിൽ ജഡ്ജിയുടെ മുൻപിൽ അവൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടില്ല, എൻ്റെ കുഞ്ഞല്ല എന്നവൻ ശക്തമായിട്ട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ DNA ടെസ്റ്റിൽ ആ കുഞ്ഞ് ഇവൻ്റെ അല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ആ കേസിൽ ഞാൻ ഇടപെട്ടിട്ട് ഇടപെട്ടു എന്ന് മാത്രമല്ല, അവൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് മലപ്പുറത്തുനിന്ന് അവരൊരു സാധാരണക്കാരാണ്, അവരുടെ ഫുൾ ചെലവ് വഹിച്ച് സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരമിരുത്തി. എന്തുകൊണ്ട് ഇതുപോലുള്ള സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ ഇടപെടും പോലുള്ള മാധ്യമ ശ്രദ്ധ അതിൽ കിട്ടിയില്ല? ഒരു മാധ്യമം വന്നു 1-2 റിപ്പോർട്ടർ എടുത്തു എന്നുള്ളതല്ലാതെ ആ പയ്യന് നീതി ലഭിച്ചുവെങ്കിൽ തന്നെ പിന്നീട് ഞാനത് അറിഞ്ഞിട്ടില്ല. കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അവർക്ക് മനസ്സ് മരവിച്ചു പോയി, അതാണ് സത്യം. അപ്പോൾ അത്രത്തോളം കാശ് ചിലവാക്കി, എൻ്റെ കാശ് ഒരാളുടെ നിന്ന് വാങ്ങിയിട്ടല്ല, എൻ്റെ കാശ് ചെലവാക്കി ഞാൻ കൊണ്ടുവന്ന് ചെയ്തതാണ്. കോൺഗ്രസ് പിന്തുണ കൊടുക്കാത്ത രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിങ്ങൾ വാദിക്കുന്നത് എന്ത് ബേസിലാണെന്ന് ചോദിച്ചാൽ, രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ യുവതിയും തെറ്റുകാരിയാണ്. കാരണം ഭർത്താവ് നിലനിൽക്കെ ഒരു അന്യപുരുഷനുമായിട്ട് MLA നേരത്തെ ഏതോ ഒരു വ്യക്തി പറഞ്ഞു സങ്കടം പറയുവാൻ, അവരുടെ പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടി പോയി എന്ന്. പ്രശ്നങ്ങൾ പറയുവാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായാൽ അപ്പം തന്നെ പ്രതികരിക്കണമായിരുന്നു. അല്ലാതെ അതിൽ ഒരു ഗർഭം ധരിക്കുകയല്ല വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. അതൊരിക്കലും നമുക്ക് ന്യായവശമായിട്ട് എടുക്കാൻ പറ്റില്ല. വലിയ തരത്തിൽ സൈബർ ആക്രമണം ഒരു വശം നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാർ പോലും ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഇരയാണെന്ന് പറയുന്നില്ല, അതിജീവിതയ്ക്കൊപ്പം നിൽക്കണമെന്ന് പറയുന്നിടത്ത് നിങ്ങൾ ഇത് നിൽക്കുമ്പോൾ ഇതിന് കൃത്യമായിട്ട് ഇത് ഒരു ലോബി നിന്നുകൊണ്ട് സൈബർ ആക്രമണം നടത്തുക, അതിന് കൃത്യമായി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകുക, അത്തരത്തിലുള്ള ഒരു നീക്കം നടക്കുകയാണ്. മെൻസ് അസോസിയേഷൻ അതിന് വെറും ചട്ടുകമായി മാത്രമാണ് നടക്കുന്നത് എന്നുള്ളൊരു ആരോപണം മുൻപ് തന്നെ ഉണ്ട്. അതൊക്കെ പ്രൂവ് ആക്കുകയല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഈ അതിജീവിത എന്ന് പറയുന്നത് മറ്റുള്ള അതിജീവിതമാരുണ്ട്, അവർക്ക് തന്നെ നാണക്കേടല്ലേ ഇതൊക്കെ അതിജീവിത എന്ന് പറഞ്ഞാൽ? അങ്ങനെ ഒരു ഇത് കൊടുക്കുമ്പോൾ ഈ മാന്യമായിട്ട് നടക്കുന്ന സ്ത്രീകൾ അവർക്കിത് നീതി കിട്ടുമോ? അവർക്ക് എന്തെങ്കിലും ഒരു കേസിൽ അവർ യഥാർത്ഥത്തിൽ ഇരയായിരിക്കും, അവർക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെയാണെങ്കിൽ കോടതിയിൽ പോയാൽ പോലും അവർക്ക് നീതി കിട്ടില്ല. അങ്ങനെ ഒത്തിരി പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ട്, സ്ത്രീകൾ എന്നെ വിളിച്ച് പിന്തുണ തരുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകാരായിട്ട് കാണണം. ഇത് അതിജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു പീഡനം അനുഭവിച്ച ഒരു കുട്ടി, ഒരു സ്ത്രീയെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? അപ്പം ഒരിക്കലും ഇവരൊന്നും അതിജീവിതമാരല്ല, അപ്പം അറിവില്ലാത്തൊരാളല്ല. എല്ലാ അറിവുകളും വിദ്യാഭ്യാസവും വിവരവും എന്താ പറയുക ഒരു മാധ്യമ പ്രവർത്തകയല്ലേ? മാധ്യമ പ്രവർത്തക എന്ന് പറയുമ്പോഴേ നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയല്ലേ? അങ്ങനെയുള്ള ഒരു സ്ത്രീ ഇതുപോലെ വെറും തരം താഴ്ന്ന രീതിയിൽ വന്ന് പറയുന്നത്, ഇങ്ങനെ എന്താ പറയുക എപ്പിസോഡ് പോലെ ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക, അത് വെച്ചിട്ട് രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു വശത്ത് നിൽക്കുക, മാധ്യമങ്ങൾ അത് വെച്ച് അലക്കുക, ഇങ്ങനെയുള്ള കേസ് ഇത്
ഇത് ആ സ്ത്രീക്ക് തന്നെ നാണക്കേടല്ലേ, ഇത് മനസ്സിലാക്കണ്ടേ? ഈ രീതിയിലുള്ള സൈബർ ആക്രമണവും നടത്തുമ്പോഴും ഇത്തരം നിലപാടെടുക്കുമ്പോഴും മെൻസ് അസോസിയേഷന് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും മെച്ചം ഉണ്ടാവുന്നുണ്ടോ? എനിക്കോ എൻ്റെ സംഘടനയ്ക്കോ ഒരു എന്താ പറയാ, ഞാനിപ്പോൾ പറയാം, ഞാൻ പുറത്ത് പറയാത്തൊരു കാര്യമാണ്. ഒരു സർജറി എനിക്കിപ്പോൾ നടത്താൻ വേണ്ടിയിട്ട്, ഒരു ആക്സിഡന്റ് നടന്നു, സർജറി നടത്താൻ വേണ്ടിയിട്ട് കാശില്ലാതെ ഞാൻ 7 മാസം കൊണ്ട് നടക്കുന്ന ആളാണ്. മനസ്സിലായില്ല? അപ്പോൾ ഒരാളിൽ നിന്ന് നമ്മളങ്ങനെ ഒരു രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. എന്നാൽ സംഘടനയിലുള്ള ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആവശ്യങ്ങൾക്കും സമരങ്ങൾ നടത്താനും ഞങ്ങൾ എടുക്കുന്നതാണ്. ഒരമ്മ പെറ്റ പോലെ ഒരേപോലെയുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. അതിനകത്ത് മെൻസ് അസോസിയേഷൻ പങ്കാളിയാണ്. നിങ്ങളുടെ വീഡിയോകളുണ്ട്, നിങ്ങളുടെ വക്താക്കളുണ്ട്. എന്നിട്ട് ഇതിനകത്ത് യാതൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണോ? എന്നാലൊന്ന് തെളിയിച്ചു തരാമോ? ഏതെങ്കിലും ഒരു നേതാവുമായിട്ട് ഞാൻ സംസാരിക്കുകയോ അവരിൽ നിന്ന് 1 രൂപ ഇന്നേ വരെ, ബോബി ചെമ്മണ്ണൂരിൻ്റെ കേസ് ഒരുപാട് കേസുകൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എത്രയോ ലക്ഷം വാങ്ങിച്ചു എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ഈ വക പേരും പറഞ്ഞ് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് 1 രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് തെളിയിച്ചു തരാമോ? ഇവിടെ നമ്മുടെ സംഘടനയിൽ നിന്നൊക്കെ ഞാൻ പുറത്താക്കിയവർ ചിലപ്പോൾ പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടായിരിക്കും. ഇവരോടൊക്കെ ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, 1 രൂപ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ മറ്റു കാര്യങ്ങളോ ഞാൻ പറയുകയാണ്. രൂപ വാങ്ങിച്ചു എന്നുള്ള ആരോപണം ശക്തമായിട്ടുണ്ട്. സംഘടനയിൽ മുമ്പുണ്ടായിരുന്നവരും പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പറയട്ടെ, ഞാൻ തെളിവ് കാണിച്ചു തരട്ടെ. എന്തെങ്കിലും രീതി ഇപ്പോൾ വേറൊരു ചാനലിൽ ഒരു ഷോയ്ക്ക് എന്നെ വിളിച്ചിരുത്തിയിട്ട് അവർ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചു. അവർ 40,000 രൂപ എൻ്റെ അക്കൗണ്ടിലാണ് വന്നിട്ട്. കാര്യം സംഘടനയ്ക്ക് അക്കൗണ്ട് വരുന്നതിന് മുൻപേ 40,000 രൂപ വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പേ നടന്നത്, എനിക്ക് പെട്ടെന്ന് ഓർമ്മയും വന്നില്ല. പക്ഷേ അത് ഒരു യുവാവ് കുട്ടികളെ പ്രവാസിയായിരുന്നു, കുട്ടികളെ കാണുവാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം ഇവിടെ ശാസ്താംകോട്ട ഭാര്യ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അവിടെ ഗുണ്ടായിസുണ്ട്, അദ്ദേഹത്തിന് അവിടെ തല്ല് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ 2 പ്രാവശ്യം വാഹനമെടുത്ത് ഞങ്ങൾ കുറച്ച് പേര് ടീമായിട്ട് പോയതിൻ്റെ ചിലവാണ് 40,000 രൂപ അദ്ദേഹം അയച്ചു തന്നത്. അതും ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം നിർബന്ധപൂർവ്വം അയച്ചു തന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യണമെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ കാര്യം എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ ഞാൻ ഇടപെടണമെങ്കിൽ അതിൽ ചെലവ്. ശരി, ഞാൻ അത് ഏകദേശം ചിത്രം ക്ലിയർ ആണ്. ഞാൻ മറ്റു ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തത് അത് പ്രേക്ഷകർക്കും അതിലും ഏകദേശം ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാവും എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഞാൻ ചോദ്യം ചോദിക്കുന്നില്ല, താങ്കൾക്ക് ഇതിന് മറുപടി പറയാം. ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹം പറയുകയുണ്ടായി, കോൺഗ്രസ് പാർട്ടി അയാളെ പുറത്താക്കിയില്ലെന്ന്. ഇന്നലെ ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ രമേശ് ചെന്നിത്തല കോഴിക്കോട്ട് വെച്ച് പത്രപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ KPCC പ്രസിഡന്റ് ഇന്നത്തെ അല്ല K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് അയാളെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. ഇന്നലെ ഞങ്ങളുടെ കാസർഗോഡ് MP ബഹുമാനപ്പെട്ട ഉണ്ണിത്താൻ ഇന്നലെ റിപ്പോർട്ട് ഒരു ചാനലിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത്, എന്റെ കയ്യിൽ നിരവധി കാര്യങ്ങൾ ഇയാളുമായി ബന്ധപ്പെട്ടതുണ്ട്, അത് ഞാൻ പുറത്തു പറയാൻ എന്നെ നിർബന്ധിക്കരുത്. എന്താ അതിന്റെ അർത്ഥം? ഈ കേസ് വരുന്നതിന്റെ എത്രയോ മുമ്പ് മീഡിയകൾ ഇയാളുടെ വോയിസ് ക്ലിപ്പുകൾ പുറത്തുവിടുന്നതിന് എത്രയോ മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റിനും നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിനും വളരെ വ്യക്തമായ രീതിയിൽ കേരളത്തിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും നിരവധി സ്ത്രീകൾ ഇയാൾക്കെതിരെയുള്ള പരാതികൾ വിത്ത് എവിഡൻസ് അവർ നൽകിയിട്ടുണ്ട്. ധാർമ്മികതയുള്ള ഒരു കോൺഗ്രസ് ലീഡർഷിപ്പ് എന്താ ചെയ്യേണ്ടത്? ആ കാര്യം ഒന്നുകിൽ പരസ്യമായി ഇരകളുടെ പേര് വെളിപ്പെടുത്താതെ പോലീസിന് കൈമാറുക ചെയ്യണം, അവർക്കെതിരെ കേസെടുക്കണം. നമ്മള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ നിരവധി ദിവസം ചർച്ച നടത്തിയത് അവരുടെ ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. എന്തായിരുന്നു അന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം? കോൺഗ്രസിന്റെ നേതാക്കൾ അന്ന് പറഞ്ഞത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി ഇൻസിഡന്റ് പല ഇരകളും ഹേമ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്, ഹേമ കമ്മിറ്റിയോട് പറഞ്ഞിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഗവൺമെന്റിന് കയ്യിൽ കിട്ടിയിട്ടും അതിൽ നടപടി എടുത്തില്ല. ഗവൺമെന്റ് നിസ്സംഗത പാലിച്ചു. അന്ന് അതിന് അനുകൂലമായത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന എന്നെ പോലുള്ള ആൾക്കാർ പറഞ്ഞത്, ഒരു കമ്മീഷൻ റിപ്പോർട്ടിന് പുറത്ത് ഒരു FIR ഇട്ട് കഴിഞ്ഞാൽ തുടർ നടപടി സാധ്യമാവുകയില്ല. കാരണം ഇരയാക്കപ്പെട്ടവര് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യം പുറത്തു വരാൻ കഴിയില്ല. അതേ ലോജിക്ക് വെച്ച് KPCCയുടെ കയ്യിൽ നിരവധി ആൾക്കാർ, നിരവധി സ്ത്രീകൾ കേരളത്തിൽ പരാതി നൽകിയിട്ടുണ്ടെന്ന് മുതിർന്ന AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും കാസർഗോഡ് MP പറയുമ്പോൾ ആ പരാതികൾ എന്ത് ചെയ്തു കോൺഗ്രസ് പാർട്ടി? എന്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീകളുടെ
മാനത്തിന് വിലയിടുന്ന രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പിന്നെയും നിലനിർത്തുന്നത്? സസ്പെൻഡ് ചെയ്ത അയാൾ എങ്ങനെയാണ് പാലക്കാട് ഇലക്ഷനെ നിയന്ത്രിക്കുന്നത്? പാലക്കാട്ടെ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയായ അയാൾ എങ്ങനെ നിശ്ചയിക്കുന്നു? നോമിനേഷൻ കൊടുക്കുന്ന ഭരണാധികാരിയുടെ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി അയാൾക്ക് എങ്ങനെയാണ് തർക്കിക്കുന്നത്? കോൺഗ്രസ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മണ്ണാർക്കാട്ട് പൊതുയോഗത്തിൽ എങ്ങനെയാണ് അയാൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്? അപ്പോ അയാളെ പുറത്താക്കി എന്ന് പറയുന്നത് വ്യാജമാണ്. അയാള് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് എങ്ങനെ വ്യാജ രേഖകൾ നിർമ്മിച്ചാണ്? അതുപോലെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്ര ദിവസത്തേക്ക് അയാളെ പുറത്താക്കി എന്ന് പറയാത്തത്? ആ പുറത്താക്കിയതിന്റെ കമ്മ്യൂണിക്കേഷൻ കോൺഗ്രസിന്റെ ഏതെങ്കിലും ഓഫീസ് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? KPCC അവിടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇയാളെ പുറത്താക്കിയ കാര്യം പറയുന്നുണ്ടോ? അവർ പണം പിരിച്ചിട്ട് വീട് നിർമ്മിക്കാത്ത എങ്ങനെയാണ്? അതിന് സമാനമായ കാര്യമാണ് കോൺഗ്രസ് ഈ കാര്യത്തിൽ കാണിക്കുന്നത്. അയാളെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു വ്യാജ സ്റ്റേറ്റ്മെന്റ് ആണ്. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പുറത്താക്കിയതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല, കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചെയ്തിട്ടില്ല. പിന്നെ അയാൾ അറസ്റ്റ് ചെയ്തതിന്റെ കാര്യം, തീർച്ചയായും അയാൾ കോൺഗ്രസ് പാർട്ടിയെ പോലെ വിശാലമായ പിന്തുണയില്ല, ജനപിന്തുണയില്ല. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിൽ മെമ്പർമാരുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അയാൾ. അയാളെ പോലുള്ള ഒരാളെ ആ പാർട്ടിക്കാർ വിചാരിച്ചാൽ ഒളിപ്പിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് കഴിയും, അവർക്ക് കഴിയും. അതുകൊണ്ട് അവർ പരമാവധി അയാൾ ഹൈഡ് ചെയ്ത് നിർത്താൻ വേണ്ടി അയാൾ കാറ് മാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. അയാളെ താമസിക്കുന്ന ഫ്ലാറ്റിന്റെ CCTV വിഷ്വൽസ് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ക്രൈം ഇത്രമാത്രം ഭീകരമായ രീതിയിൽ ക്രൈം ചെയ്യുന്ന ഒരു സൈക്കോപാത്ത് അയാൾക്ക് ഒളിക്കാനുള്ള പഴുതുകൾ കോൺഗ്രസ് പാർട്ടിയാണ് നൽകുന്നത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് ഇതിന് മുഖ്യമായ ഉത്തരവാദിത്തമുണ്ട്. അപ്പം ഈ BJPയുടെ പ്രതിനിധി, നിങ്ങൾ ഈ BJP പ്രതിനിധികൾക്ക് വളരെ ലളിതമായി ഈ കാര്യങ്ങൾ പറഞ്ഞു പോകാം, അവർക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല. നേരത്തെ പോക്സോ കേസിൽപ്പെട്ട ഒരാളെ ഡൽഹിയിൽ എത്ര കാലം നിങ്ങൾ സംരക്ഷിച്ചത്? നിങ്ങൾക്ക് അതിൽ ഓർമ്മയുണ്ടോ? പോക്സോ എന്തായാലും പേര് ഞാൻ പറയാത്ത എന്റെ മാന്യത കൊണ്ടാണ്. ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ഒരാളെ എങ്ങനെയാ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സംരക്ഷിച്ചത്? അയാളുടെ ബന്ധുവിന് എങ്ങനെയാണ് ലോക്സഭ സീറ്റ് നൽകിയത്? എങ്ങനെയാണ് ആ കായിക താരങ്ങൾ അവസാനം അവർ നിരാശരായി അവരുടെ മെഡലുകൾ രാജ്യത്തിന് തിരിച്ചു നൽകുന്ന സാഹചര്യം ഉണ്ടായത്? ഇപ്പൊ BJPയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നിങ്ങൾ ഈ കാര്യത്തിൽ BJPയുടെ നിലപാടും ഇരകൾക്കൊപ്പമല്ല. എന്നാൽ ഗവൺമെന്റ് വളരെ വ്യക്തമായിട്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയെ ആ ഇര മുഖ്യമന്ത്രിയെ കാണുന്നു. അതേ ദിവസം തന്നെ FIR രജിസ്റ്റർ ചെയ്യുന്നു. തുടർന്ന് എല്ലാ രീതിയിലുള്ള അന്വേഷണങ്ങൾ, മെഡിക്കൽ എവിഡൻസ് പൂർണ്ണമായി കളക്ട് ചെയ്യുന്നു, ഡിജിറ്റൽ എവിഡൻസ് പൂർണ്ണമായി കളക്ട് ചെയ്യുന്നു, ഇരകളുമായി ബന്ധപ്പെട്ട മറ്റ് സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തുന്നു, അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കി അയാളെ അറസ്റ്റ് ചെയ്ത് എത്രയും പെട്ടെന്ന് കുറ്റപത്രം അറസ്റ്റ് ചെയ്ത് ഉടനെ കുറ്റപത്രം അയാൾ റിമാൻഡിൽ കടന്നുകൊണ്ട് ട്രയൽ പൂർത്തിയാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു നിലക്കും ഒറ്റ കാര്യം, ഇപ്പോൾ രാഹുൽ ഈശ്വർ പൂജപ്പുര ജയിലിനകത്ത് കിടക്കുകയും ഇപ്പോൾ മെൻസ് അസോസിയേഷന്റെ പ്രതിനിധി ഇത്രയും പറഞ്ഞ കാര്യം കൊണ്ട് ചോദിക്കുക, നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് അതിജീവിതയ്ക്കെതിരെ പെയ്ഡ് അറ്റാക്ക് നടന്ന നാടാണ് ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൈബർ പിന്തുണകൾ. ആ തരത്തിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിരൽ ചൂണ്ടപ്പെടുന്നത് താങ്കൾ പറഞ്ഞ പോലെ ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് തന്നെയാകും. അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാര്യത്തിൽ ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളിൽ പരിശോധിച്ചാൽ, ഒന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ലൈംഗിക വൈകൃതത്തിന് പിന്തുണ നൽകുന്ന ആളും ഒരു മറുഭാഗത്ത് അതിനെ എതിർക്കുന്നവരും. കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാക്കൾ VD സതീശൻ, അദ്ദേഹം ആദ്യം ഒരു ഘട്ടത്തിൽ ഒറ്റ വാചകം പറഞ്ഞു, അയാൾ പാർട്ടിയിൽ സസ്പെൻഡ് ചെയ്തു. തുടർന്ന് ഒരു കാര്യത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പിന്നെ ആകെ ശക്തമായി പ്രതികരിച്ച ഒരാള് കാസർഗോട്ടുകാരൻ ഞങ്ങളുടെ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ഷാർപ്പില് ഇന്ന് K മുരളീധരൻ പറയുന്നുണ്ട്. ഈ നേതാക്കൾ അയാളെ സസ്പെൻഡ് ചെയ്ത ദിവസം പാലക്കാട് അയാൾ ഈ ഇലക്ഷൻ പ്രചരണം നടത്തുന്ന ഘട്ടത്തിൽ ഇതേ ഭാഷയിൽ ഷാർപ്പായ അയാൾക്കെതിരെ നിലപാടെടുത്തിരുന്നുവെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ഇങ്ങനെയാകുമായിരുന്നില്ല. ഇതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ബഹുമാനപ്പെട്ട VD സതീശനെ ഈ സൈബർ ഗുണ്ടകൾ വിളിക്കുന്നത് കേക്കച്ചൻ എന്നാണ്. നിരവധി ഒരു ദിവസം തന്നെ 3-4 വീഡിയോകളാണ് അദ്ദേഹത്തിനെതിരെ അപ്ലോഡ് ചെയ്യുന്നത്. ഇതിനൊക്കെ പിന്നിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ BJPയിലെ സുഹൃത്ത് പറഞ്ഞതുപോലെ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ടയിലെ ഒരാളെ എന്തിനാ പാലക്കാട് കൊണ്ട് മത്സരിച്ചത്? കൃത്യമായ പ്ലാനിങ് ഉണ്ട്. ഷാഫി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ക്രൗഡ് പുള്ളർ എന്ന് അവർ വിചാരിക്കുന്ന ഷാഫിയാണ് ഇതിന്റെ പിന്നിൽ. ഷാഫിയുടെ താല്പര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കുന്നത്. ഷാഫിയുടെ താല്പര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹത്തിന്റെ, സാധാരണ കോൺഗ്രസിൽ മരിച്ചാൽ ഒരാൾ MLA മരിച്ചാൽ, PT തോമസ് മരിച്ചു, അദ്ദേഹത്തിന്റെ ഭാര്യ MLA ആയി.
ഉമ്മൻചാണ്ടി സാർ മരിച്ചു, അദ്ദേഹത്തിന്റെ മകൻ MLA ആയി. ഷാഫി പറമ്പിലിന്റെ മകനോ ഭാര്യക്കോ താല്പര്യമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മകൻ പ്രായപൂർത്തിയാകാത്തതുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഷാഫിയുടെ ഏറ്റവും അടുത്ത ഒരാളെ അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി നിയമസഭയിലേക്ക് പാലക്കാട് നിയോഗിക്കുകയാണ്. ഇങ്ങനെ ആ വീട്ടിൽ തന്നെ ഒരാൾ നിയമസഭയിലേക്ക് വരണമെന്നുള്ള അദ്ദേഹത്തിന്റെ വാശിയാണ് ഇത്രയും. ഷാഫി പറമ്പിൽ അയാളെ MLA ആക്കാൻ വേണ്ടി പാലക്കാടേക്ക് കൊണ്ടുവരുന്ന ഘട്ടത്തിൽ പോലും അയാള് ലൈംഗിക വൈകൃതം കാണിക്കുന്ന ആളാണെന്നും നിരവധി സ്ത്രീകളെ ഉപദ്രവിച്ച ആളാണെന്നും KPCCക്കും പ്രതിപക്ഷ നേതാവിന് കൃത്യമായ രേഖകൾ ഉണ്ടായിട്ടും ആ രേഖകൾ മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്രയും വലിയ ക്രൈം ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ പാലക്കാട്ടെ സാധാരണ ജനങ്ങളുടെ മേലിലേക്ക് കോൺഗ്രസ് പാർട്ടി അടിച്ചേൽപ്പിച്ചത്. അത് നിസ്സാര കാര്യമല്ല. ശരി. ഓക്കെ, ശ്രീ ഷാജി രാഘവൻ, ഈ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലിരിക്കുന്നതുകൊണ്ട് ഈ വിഷയം പെട്ടെന്ന് തീരില്ല. പക്ഷേ വളരെ വളരെ പ്രമാദമായിട്ടുള്ള ഒരു പോയിന്റ്, അത് BJP ആണെങ്കിലും അത് CPM ആണെങ്കിലും ആ പോയിന്റിൽ ശ്രദ്ധ കൊടുക്കാത്തത് എന്തുകൊണ്ട്? വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട്. ഒരു അതിജീവിതയും പരാതി കൊടുക്കാത്ത രീതിയിലുള്ള സൈബർ ആക്രമണം നടത്താൻ, അങ്ങനെ പെയ്ഡ് സൈബർ അറ്റാക്കുകൾ വരെ നടത്താൻ ചരട് വലിക്കുന്നത് ഷാഫി പറമ്പിലാണോ? തീർച്ചയായും നമ്മൾ അങ്ങനെയല്ലേ കരുതേണ്ടത്. ശ്രീ ഷാജി രാഘവൻ BJPയിലേക്ക് കൂടി. അല്ല, തീർച്ചയായിട്ടും കോൺഗ്രസ് ഇദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇടയ്ക്ക് ഷുക്കൂർ വക്കീൽ പറഞ്ഞൊരു കാര്യം BJP വളരെ ലളിതമായിട്ട് പറഞ്ഞുപോയി. പാർട്ടിക്കുള്ളിലെ ഇതേപോലുള്ള പ്രതികളെ ഞങ്ങളും സംരക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത്. ഷുക്കൂർ വക്കീലെ, ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞത് അതല്ല. ലളിതമായിട്ടാണെങ്കിലും ഗൗരവമുള്ള ഒരു കാര്യം വക്കീലെ പറഞ്ഞത്. എന്താണെന്നറിയോ? ഇവിടെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഒരു MLA ആണെന്നേ. പെണ്ണുമിടിയൻ MLA നിങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം അതാ, എന്തേ നിങ്ങൾ അറസ്റ്റ് ചെയ്യാത്ത എന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചത്. നിങ്ങൾ അതിന് BJPയുടെ പാർട്ടി BJPയിലെ ആൾക്കാരെ സംരക്ഷിച്ചതിനെ പറ്റിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ കാര്യം? മുഖ്യമന്ത്രി CPM സംരക്ഷിക്കുന്നു. ഞങ്ങൾ കൃത്യമായിട്ട് ഇന്നിപ്പോ എത്ര ദിവസം, 5 ദിവസമായില്ലേ കേരള പോലീസിന് പിടിക്കാൻ പറ്റാച്ചിട്ടാണോ ഇപ്പൊ ഈ പറയുന്ന ആളിനെ? എന്തുകൊണ്ട്? ഒരു ചോദ്യം കേരളത്തിൽ ഉയർന്നല്ലോ. ഒരു ചോദ്യം എന്തായിരുന്നു? എന്തുകൊണ്ട് ഈ അതിജീവിത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയി എന്നൊരു ചോദ്യം വന്നില്ലേ? എത്ര നാളിന് ശേഷമാണ് പോയത്? ഇവിടെ ആരെങ്കിലും ഇത് ഈ ശബരിമലയിലെ കേസ് CPM നേതൃത്വം കൊടുത്ത അതിഭീകരമായ സ്വർണ്ണക്കൊള്ളയെ അതിനെ ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു സ്റ്റോറിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഇത് അതിജീവിത വളരെ കൊട്ടിഘോഷിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാനതാണ് സൂചിപ്പിച്ചത്. ഈ പ്രതി പാലക്കാട്ടുണ്ട് സാർ, ജനമധ്യത്തിലുണ്ട്, കണ്ണാടി പഞ്ചായത്തിലുണ്ട്. അപ്പോ പ്രതിക്ക് രക്ഷപ്പെടാനും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്ത് അത് നേടിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ട്. അത് നേടിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ഇതിനിടയ്ക്ക് കൂടെ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ഉണ്ടാക്കാനൊക്കെയുള്ള അവസരം പ്രതിക്ക് ഉണ്ടാക്കി കൊടുത്തത് കേരള പോലീസാണ് സാർ, കേരള ഗവൺമെന്റ് ആണ് സാർ. ആ വിഷയം പറയുമ്പോൾ സാർ അതിൽ നിന്ന് ശ്രീ ഷാജി രാഘവൻ, ഞാൻ സമയപരിമിതി കൊണ്ടാണ് ഇതിനകത്തൊരു വിഷയം, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിന് തപ്പി പോലീസ് നടക്കുന്ന സമയത്ത് ഇതിന് മുകളിലൂടെ മറ്റൊരു പുകമറ നടക്കുന്നതും അതിന്റെ പിറകിലും കൃത്യമായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ടോ? ആ അന്വേഷണം ആ ഘട്ടത്തിലേക്ക് അല്ലേ പോകേണ്ടത്? അങ്ങനെയാണെങ്കിൽ വിരൽ ചൂണ്ടുന്നത് ആർക്ക് നേരെയൊക്കെ ആകുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ഇനി വരുന്ന മണിക്കൂറുകൾ കൂടി അതിലേക്കായിരിക്കും ഒരുപക്ഷെ വെളിച്ചം വീശുക എന്നുകൂടി പ്രതീക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. PR പ്രകോപനങ്ങൾ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള PR പിന്തുണകൾ പാരയായോ എന്നുള്ള ചോദ്യത്തിന് 68% പ്രേക്ഷകരും അതേ എന്നുള്ള അഭിപ്രായമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഷുക്കൂർ, ഷാജി രാഘവൻ, ഒപ്പം അജിത് കുമാർ, ശ്രീ രജിത് ടൈം ഡിബേറ്റിൽ പങ്കെടുത്തത് പൂർണ്ണമാകും.